ഹായ് എവരിവൺ. കേരള PSC റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്താണെന്നും നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു അല്ലേ, എന്താണ് സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് എന്ന്. എന്തായിരുന്നു? AX ഈക്വൽ ടു 0 ആയിട്ടില്ല, അതായത് AX ഈക്വൽ ടു ബിയിൽ B ഈക്വൽ ടു 0 ആവുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, AX ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് n വേരിയബിൾസ് ഉള്ള m ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര അപ് ടു a1n xn ഈക്വൽ ടു 0, a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര അപ് ടു a2n xn ഈക്വൽ ടു 0 എക്സെട്ര am1 x1 പ്ലസ് am2 x2 പ്ലസ് എക്സെട്ര amn xn ഈക്വൽ ടു 0. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ m ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ n വേരിയബിൾസ് ഉണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ B1 B2 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഡിസ്കസ് ചെയ്തപ്പം അവിടെ കോൺസ്റ്റൻസ് ആയിട്ട് ഇവിടെ B1 B2 എന്നൊക്കെയാണ്. ഈ എലമെന്റ്സ് എല്ലാം ഇവിടെ 0 ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് ഫോമിലോട്ട് മാറ്റി എഴുതാൻ നോക്കാം. നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Ax ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ A എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്, X എന്ന് പറയുന്നത് വേരിയബിൾ മെട്രിക്സ് ആണ്, 0 എന്ന് പറയുന്നത് ഈ ഒരു സീറോസ് എല്ലാം വരുന്ന കോൺസ്റ്റന്റ് മെട്രിക്സ് ആണ്. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ 0 മെട്രിക്സ് തന്നെ വരാം. ഇവിടെ A എന്ന് പറയുന്നത് എന്താ? A11 A12 എക്സെട്ര A1n ഇങ്ങനെ എഴുതാം നമുക്ക്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. X ഈക്വൽ ടു വേരിയബിൾ മെട്രിക്സ് x1 x2 എക്സെട്ര xn എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. എന്താണെന്ന് വെച്ചാൽ AX ഈക്വൽ ടു 0 ഈസ് ഓൾവേസ് കൺസിസ്റ്റൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. റാങ്ക് ഓഫ് ABയും റാങ്ക് ഓഫ് Aയും നോട്ട് ഈക്വൽ ആവുന്ന കേസിൽ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഓൾവേസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്താ? AX ഈക്വൽ ടു 0 ആണ് അല്ലേ. ഈ എക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ സൊല്യൂഷൻ ഉണ്ടാവുന്ന കേസിൽ അത് കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം ഇവിടെ ഞാൻ ഈ എക്സിന് 0 ഇട്ട് കൊടുക്കാം. A ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. അതായത് X ഈക്വൽ ടു 0 എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും. X ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓൾവേസ് X ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻസ് ഓൾവേസ് കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മളോട് ക്വസ്റ്റ്യൻ വരാറുണ്ട്, AX ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അത് കൺസിസ്റ്റന്റ് ആണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്, യൂണീക് സൊല്യൂഷനേ ഉള്ളൂ, ഇതിന് 2 സൊല്യൂഷനേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ദ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് A ഈക്വൽ ടു n. നമ്മൾ നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് പറഞ്ഞപ്പം കൺസിസ്റ്റന്റ് ആണെങ്കിൽ 2 കേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇത് കൺസിസ്റ്റന്റ് ആണ്, അതിന് 2 കേസ് വരും. ഒന്നാമത്തെ കേസ് എന്തായിരിക്കും? യുണീക് സൊല്യൂഷന്റെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിസ്റ്റത്തിന് ഇവിടെ നമുക്ക് അവിടെ പറഞ്ഞ പോലെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്തായിരുന്നു? AB ആയിരുന്നു അല്ലേ. കോൺസ്റ്റന്റ് മെട്രിക്സിനെ Aയുടെ ഏറ്റവും ലാസ്റ്റ് കോളം ആയിട്ട് ഇൻസേർട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ A പിന്നെ 0 അല്ലേ നമ്മളുടെ B എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ A0 എന്ന് വരും. അത് എന്തിനോട് ഈക്വലന്റ് തന്നെയാണ്? A എന്ന് പറയുന്ന മെട്രിക്സിനോട് ഈക്വലന്റ് തന്നെയാണ്. ഇപ്പൊ റാങ്ക് ഓഫ് A0യുടെയും റാങ്ക് ഓഫ് Aയുടെയും വാല്യൂ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. പിന്നെ ഇവിടെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കേസ് വരുന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ പറയുന്ന ഒരു കാര്യം, റാങ്ക് ഓഫ് A മാത്രം ചെക്ക് ചെയ്താൽ മതി ഇവിടെ. ഓക്കെ, ദ സിസ്റ്റം ഹാസ് യുണീക് സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് A ഈക്വൽ ടു n. എയുടെ റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണെങ്കിൽ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇവിടെ നിങ്ങൾ നമ്പർ ഓഫ് വേരിയബിൾസിന് പകരം നമ്പർ ഓഫ് കോളംസ് എടുത്താലും ശരിയാണ് കേട്ടോ. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ്, നമ്പർ ഓഫ് കോളംസ് എടുത്താലും ഈ ഒരു റിസൾട്ട് ശരിയാവും. The system has unique solution if rank of A equal to n.
സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ആവുന്നത് എപ്പോഴാണ്? റാങ്ക് ഓഫ് എ എന്നിനോട് ഈക്വൽ ആവുമ്പോഴാണ്, നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആണ്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഓൾവേസ് കൺസിസ്റ്റന്റ് ആണ്. എന്തുകൊണ്ടാണ്? എക്സ് ഈക്വൽ ടു 0 അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട്. ഇനി നമ്മൾ പറഞ്ഞു റാങ്ക് ഓഫ് എയും എന്നും ഈക്വൽ ആണെങ്കിൽ ആ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് ഈക്വൽ ടു 0 മാത്രമായിരിക്കും എൻ്റെ സൊല്യൂഷനായിട്ട് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സിസ്റ്റം ഓൾവേസ് കൺസിസ്റ്റന്റ് ആണ്. കാരണം എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൊല്യൂഷനാണ്. ഇനി സിസ്റ്റത്തിന് റാങ്ക് ഓഫ് എ ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാവുക. ആ യുണീക്ക് സൊല്യൂഷൻ അപ്പോൾ ആരായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, ദ സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് എ ലെസ് ദാൻ എൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ കേസ് പോലെ തന്നെയാണ്. ആ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എപ്പോഴാണ് വരിക? റാങ്ക് ഓഫ് എ നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാകുമ്പോൾ. റാങ്ക് ഓഫ് എ നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാകുമ്പോൾ ആ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്കൊരു ചെറിയ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0, 5x പ്ലസ് 3y ഈക്വൽ ടു 0 ഒന്ന് സോൾവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ റാങ്ക് ഓഫ് എയും എന്നും ഈക്വൽ ആണോ, റാങ്ക് ഓഫ് എയും എന്നും ലെസ് ദാൻ ആണോ, ഈ റിലേഷൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് ഒന്ന് എഴുതാം. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 1 2 5 3. ഓക്കെ, ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക നിങ്ങൾ. 1 2, ഇവിടെ 5നെ 0 ആക്കണം. 5 മൈനസ് 5 0, 3 മൈനസ് 10 ദാറ്റ് ഈസ് -7. ഇനി നമ്മൾ രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണം. സോ ഇവിടെ 1 2 0 -7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 1 കിട്ടും. ഓക്കെ, ഇനി ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഫസ്റ്റ് റോയിലും നോൺ സീറോ എൻട്രി ഉണ്ട്, സെക്കൻഡ് റോയിലും നോൺ സീറോ എൻട്രി ഉണ്ട്. സോ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? റാങ്ക് ഇസ് ഈക്വൽ ടു 2 ആണ്. അത് നമ്പർ ഓഫ് വേരിയബിൾസിന് ഈക്വൽ ആണ്. സോ ദ സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ. അത് ഏതാ സൊല്യൂഷൻ? യുണീക്ക് സൊല്യൂഷൻ ആണ്. യുണീക്ക് സൊല്യൂഷൻ ഏതായിരിക്കും? ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 0 ആണ് അതിൻ്റെ സൊല്യൂഷൻ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്തേ വരുള്ളൂ? എക്സ് ഈക്വൽ ടു 0 ആൻഡ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് മാത്രമാണ് അതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും ചോദിക്കാറ് ശരിക്കും ലെസ് ദാൻ എൻ ആവുന്ന കേസാണ്. ഈക്വൽ ടു 0 ആവുന്ന കേസ് ചോദിക്കുന്നത് കുറവാണ്. പിന്നെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെയാണ് ചോദിക്കുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഈ സിസ്റ്റം കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഈ സിസ്റ്റത്തിൻ്റെ നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം. ഫസ്റ്റ് 3 6 3 1 1 2 1 2 1. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെയൊക്കെ തരാം കേട്ടോ. 3x ഈക്വൽ ടു -6y പ്ലസ് 3z എന്നൊക്കെ തരാം. നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, ഇപ്പുറത്തെ എന്താണ് ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് എഴുതണം കേട്ടോ. ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ എഴുതണേ. അപ്പോൾ നമുക്ക് ശരിക്കും ഹോമോജീനിയസും നോൺ ഹോമോജീനിയസ് ഒക്കെ ഷഫിൾ ചെയ്തൊക്കെ തരാം. അതായത് ഇങ്ങനത്തെ ഇക്വേഷൻസിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തരാം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനെ നമുക്കൊന്ന് റാങ്ക് കണ്ടുപിടിക്കാം. ഇത് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ റോ എടുത്ത് ഫസ്റ്റിലേക്ക് ഇടാം. 1 1 2 3 6 3 1 2 1. ഇതൊക്കെ നിങ്ങൾ പ്രോബ്ലം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ നോക്കുക 1 2 1 ഇതിൻ്റെ 3 ഈ റോയിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്നതാണിത് അല്ലേ. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ തന്നെ നമുക്ക് റാങ്ക് പറയാനൊക്കെ പറ്റും. ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വെക്ടർ സ്പേസും കൂടെ പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഈസി ആവും കേട്ടോ. നമുക്കിത് സാധാരണ പോലെ തന്നെ ചെയ്യാം. 1 1 2 ഇവിടെ 3നെ നമുക്ക് 0 ആക്കണം. 3 മൈനസ് 3 0 6 മൈനസ് 3 3 3 minus 6 minus 3. Then 1 minus 1 0 2 minus 1 1 1 minus 2 minus 1. ഇനി നമ്മൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രീനെ 1 ആക്കണം അല്ലേ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 1 2 0 ശരിക്കും പറയുന്നത് 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ്. 0 1 minus 1 0 1 minus 1. നമ്മൾ ലാസ്റ്റ് കോളവും ലാസ്റ്റ് റോയും സെക്കൻഡ് റോയും നോക്കുക. അത് രണ്ടും ഐഡൻറ്റിക്കലാണ്. സോ ജസ്റ്റ് ഈ 1നെ 0 ആക്കിയാൽ മാത്രം മതി. ഈ 1നെ 0 ആക്കാൻ വേണ്ടി മൈനസ് ചെയ്താൽ മതി. 1 1 2 0 1 minus 1 0 0
0. ഇതിൻ്റെ റാങ്ക് എത്രയാണ്? റാങ്ക് is equal to 2. ഇവിടുത്തെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? 3 ആണല്ലേ. നമ്പർ ഓഫ് വേരിയബിൾസ് 3 വേരിയബിൾസിൽ എക്സും വൈയും സെഡും ഉണ്ട്. സോ റാങ്ക് ഇതിന് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാണ് റാങ്ക്. സോ നമുക്ക് എന്ത് പറയാം? സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇനിയൊരു പ്രോബ്ലം ചോദിക്കാറുള്ളത്, ഈ സൊല്യൂഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല. അതായത് സൊല്യൂഷൻസിന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിച്ച് കൊടുക്കാം. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങളോട് പർട്ടിക്കുലർ സൊല്യൂഷൻ ചോദിക്കില്ല. കാരണം ഒരുപാട് സൊല്യൂഷൻസ് ഇല്ലേ, നമ്മളോട് അങ്ങനെ ചോദിക്കില്ല. വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇതിൻ്റെ കൂടെ. ഇപ്പോൾ നമുക്ക് AX = 0 ആണല്ലോ നമ്മളെ സിസ്റ്റം. അപ്പോൾ അതിനെ ഈ ഒരു മെട്രിക്സിൽ AX = എനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആയിട്ടില്ല ഇത് കിട്ടിയത്. പിന്നെ നമുക്കിങ്ങനെ എഴുതാം 1 1 2 0 1 - 1 0 0 0. ഇതിനെ നമുക്ക് ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കാനോണിക്കൽ ഫോമിലോട്ട് എഴുതുന്നതാണ് ബുദ്ധി. പക്ഷെ ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യാണ്. AX = 0 അല്ലേ, അപ്പോൾ എയോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഈ മെട്രിക്സ് എഴുതി. പിന്നെ ഞാൻ X Y Z നമ്മൾ എഴുതാണ് 0 0 0. ഓക്കെ, നിങ്ങൾ നോക്കുക 1 × X ആ ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്യുക. 1 × Y + 2Z = 0. ഇനിയുള്ളത് 0 × X അതിൽ കാര്യമില്ല. 1 × Y -1 × Z, ദാറ്റ് ഈസ് Y - Z = 0. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നള്ളിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ X Y Z 3 വേരിയബിൾസ് ഉണ്ട്. എത്ര ഇക്വേഷൻസ് ഉണ്ട്? 2 ഇക്വേഷൻസേ ഉള്ളൂ അല്ലേ. 3 വേരിയബിൾസും 2 ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ഓക്കെ, 3 ഇക്വേഷനും 3 വേരിയബിളും ഉണ്ടാകുമ്പോഴാണ് നമുക്കത് സോൾവ് ചെയ്യുന്നത് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു വേരിയബിളിന് ഒരു ആർബിട്രറി കോൺസ്റ്റന്റിനെ കൊടുക്കുക. അതെങ്ങനെയാണ് ഒരു വേരിയബിളിനെന്ന് മനസ്സിലായതെന്നറിയോ? ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? നമ്മളെ റാങ്ക് എത്രയാ? റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാ? 3 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3 - 2 ചെയ്യാം. അതായത് n - r ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 1. അപ്പോൾ ഒരു വേരിയബിളിന്, ഈ ഇക്വേഷനിലുള്ള ഒരു വേരിയബിളിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആർബിട്രറി കോൺസ്റ്റന്റിനെ അസൈൻ ചെയ്യണം. ഈ ആർബിട്രറി കോൺസ്റ്റന്റിനെ അസൈൻ ചെയ്യുന്ന ആൾ എത്രയാണോ അസൈൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ നള്ളിറ്റി ഓഫ് ദി ഇക്വേഷൻ, ആ ഇക്വേഷൻ്റെ നള്ളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നള്ളിറ്റി എന്താണെന്നൊക്കെ പറയൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നള്ളിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് വേരിയബിൾസിൽ നിന്നും റാങ്ക് മൈനസ് ചെയ്താൽ കിട്ടുന്ന ആളെയാണ് നമ്മൾ നള്ളിറ്റി ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ്റെ, ആ സൊല്യൂഷൻ സ്പേസിൻ്റെ നള്ളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. വെക്ടർ സ്പേസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്ന് എനിക്കറിയാം. എനിവേ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ളൊരു ഇക്വേഷൻ എടുക്കാം. ഞാനിവിടെ Z എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആണ്. അതുകൊണ്ട് ഞാൻ ആ Zന് ഒരു ആർബിട്രറി കോൺസ്റ്റന്റിനെ അസൈൻ ചെയ്യുന്നു. മീൻസ് ഒരു കോൺസ്റ്റന്റിനെ അസൈൻ ചെയ്യുന്നു. Z = A എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ, Z = A എന്ന് കൊടുത്തു. അപ്പോൾ Zൻ്റെ വാല്യൂ ആരെയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്? ഫസ്റ്റ് A ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും സോൾവ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഇക്വേഷന് നോക്കുക നിങ്ങൾ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? Y - Z = 0 എന്നാണ്. അപ്പോൾ ആ Y - Zന് പകരം ഞാൻ ആരെ കൊടുത്തിട്ടുണ്ട്? A എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എന്ത് കിട്ടും? Y = A എന്ന് കിട്ടും. അപ്പോൾ Zൻ്റെ ഇക്വേഷൻ, Yയുടെ വാല്യൂ കിട്ടി. Y എന്ത് കിട്ടി? A എന്ന് കിട്ടി. ഇനി ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക. X + Y + 2Z = 0. അപ്പോൾ ഇവിടെ എനിക്ക് ആരൊക്കെ ഉണ്ട്? Z ഉണ്ട്, Y ഉണ്ട് അല്ലേ. ഞാൻ അതിന് പകരം കൊടുക്കുക. X + Yക്ക് A എന്നാണ് കൂട്ടിയിരിക്കുന്നത് + 2A = 0. That is X + 3A = 0. That is X = -3A. അപ്പോൾ എനിക്ക് ആരൊക്കെ കിട്ടി? X എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, Y എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, Z എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്നറിയോ? ഞാനിവിടെ ആരെ കൊടുത്തു? ഫസ്റ്റ് Z = A എന്ന് കൊടുത്തു അല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാല്യൂ ആണ് കൊടുത്തത്, ഒരു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനനുസരിച്ച് ആരും കിട്ടും? Yയും Xും കിട്ടും അല്ലേ. അപ്പം ഞാൻ Zന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ Y 1 ആവും, X -3 ആവും. Zന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ Y 2 ആവും, X -6 ആവും.
അതായത് നമ്മൾ ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത് കൊണ്ട് അതിന് ആർബിട്രറി, ഇപ്പം നിങ്ങൾ 1 1 -3 ഇട്ട് കൊടുക്കുക, അപ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ 2 2 -6 ഇട്ട് കൊടുക്കുക, അപ്പോഴും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നുകിൽ യൂണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. കാരണം നമ്മളിവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ആർബിട്രറി സൊല്യൂഷൻ, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, പിന്നെ ആ കോൺസ്റ്റന്റ് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം, അതിനനുസരിച്ച് നമുക്ക് എക്സും വൈയും സെഡും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ സൊല്യൂഷൻ എന്താ ഇവിടെ? സൊല്യൂഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് എ ആണ്. സോറി, എക്സ് എ അല്ലല്ലോ, എക്സ് -3a അല്ലേ. എക്സ് -3a ആണ്, വൈ എ ആണ്, സെഡ് എ ആണ്. ഇതാണ് നമ്മളെ സൊല്യൂഷൻ. അപ്പം നമ്മളോട് ഒരു സൊല്യൂഷനൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് 1 കൊടുത്തിട്ട് എഴുതാം, -3 1 1. ഓക്കെ, ഇനി വേറൊരു സൊല്യൂഷൻ പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എക്സ് ഈക്വൽ ടു 0 എപ്പോഴും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും, നമുക്ക് ഈ ഒരു സാധനം എപ്പോഴും ആവശ്യം വരും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്, നമ്മൾ ഇനി ഈഗൻ വാല്യൂസും ഈഗൻ സ്പേസ് ഒക്കെ പഠിക്കുമ്പോൾ വീണ്ടും ആവശ്യം വരും. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പം കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതോട് ചെയ്തിട്ട് നിർത്താം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ the value of k such that system of linear equation given below has exactly one solution. നമ്മളോട് ഇത്രേ ചോദിക്കുള്ളൂ, the value of k such that the system of linear equation given below has exactly one solution. നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അതിലൊരു കോൺസ്റ്റന്റ് ഉണ്ടാവും, ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ടാവും, ഈ ഒരു സിസ്റ്റത്തിന് എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആകുമ്പോഴുള്ള കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ സിസ്റ്റം നമ്മളിങ്ങനെ സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ എ എഴുതുക ഫസ്റ്റ്, 1 -1 2 -1 1 -1 1 k 1. ഓക്കെ, നമുക്ക് ഇതിൻ്റെ റാങ്ക് ഒന്ന് കണ്ടുപിടിക്കാം. കെ അവിടെ നിന്നോട്ടെ, കെ നമ്മളൊന്നും ചെയ്യില്ല. അപ്പോൾ 1 -1 2. ഇവിടെ ഈ -1നെ 0 ആക്കണം അല്ലേ. -1 + 1 0, 1 + -1 0, -1 + 2, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 ആയി പോകും കേട്ടോ. 1 + -1 0, -1 + 2 ദാറ്റ് ഈസ് 1. ഇനി ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. 1 - 1 0, കെയും ഇവിടെയുള്ള വാല്യൂയും കൂടെ മൈനസ് ചെയ്യാം. k -1 ദാറ്റ് ഈസ് k + 1, 1 - 2 ദാറ്റ് ഈസ് -1. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ഈ സിസ്റ്റത്തിന് എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആവുമ്പോൾ ഉള്ള കെയുടെ വാല്യൂ എന്താണെന്നല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇത് എക്സാക്ട്ലി 1 സൊല്യൂഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം, റാങ്ക് ഫുൾ റാങ്ക് ആയിരിക്കണം, അതായത് നമ്പർ ഓഫ് വേരിയബിൾസിനോട് ഈക്വൽ ആവണം. അപ്പം ഇതിൻ്റെ റാങ്ക് 3 കിട്ടണമെങ്കിൽ ഈ k + 1 0 ആവാതിരിക്കണ്ടേ. അതായത് ഇതിപ്പം ഇവിടുത്തെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ വന്നില്ലേ, നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെന്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. 1 -1 2, ഇവിടെ എനിക്ക് 0 k + 1 -1 0 0 1. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഈ k + 1 ആരാവാൻ പാടില്ല. 0 ആയിട്ടുണ്ടെങ്കിൽ, ഇത് k + 1 0 ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോയിനെ അല്ലെങ്കിൽ ഈ ഒരു എലമെന്റിനെ നമുക്ക് 0 ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ k + 1 ആരാവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ റാങ്ക് ഫുൾ റാങ്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, സിസ്റ്റം ഹാസ് യൂണീക്ക് സൊല്യൂഷൻ if k + 1 not equal to 0. k + 1 0 ആവാൻ പാടില്ല, അതായത് k ആരാവാൻ പാടില്ല, k is not equal to -1. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ആയിരിക്കും കേട്ടോ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവാം, ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടാവാം. ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അണ്ടർ വാട്ട് കണ്ടീഷൻ ഓൺ P the following system has infinite number of solution, x + y + z = 0, 2x + 3y + z = 0, x - y + 3pz = 0. ഓപ്ഷൻസ് ഉണ്ട്, p = 0, p = 3, p not equal to 3, p not equal to -3. അതായത് നമുക്ക് തന്നിരിക്കുന്നത് പിയുടെ കണ്ടീഷൻ പറയണം,
അതായത് ഈ സിസ്റ്റത്തിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരാനുള്ള സാധ്യത, പിക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ് ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഇതിലും ഇങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മളിതിന് നമ്മളുടെ മെട്രിക്സ് എഴുതാം. 1 1 1 2 3 1 1 -1 p. റാങ്ക് കണ്ടുപിടിക്കുക. 1 1 1 2 മൈനസ്, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യുക. 2 - 2 0, 3 - 2 1, 1 - 2 -1, 1 -1 ചെയ്താൽ അത് 0 ആയി പോകും അല്ലേ. 1 - 1 0, -1 -1 -2, p -1 p -1. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണത് ഫസ്റ്റ് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. പിന്നെ നമ്മൾ ആര് 0 ആക്കണം, -2ന് 0 ആക്കണം അല്ലേ. അപ്പോൾ 1 1 1 0 1 -1 0, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പം -2 + 2 0. അപ്പം നമ്മളിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ 2ഉം -2ഉം വരും. എന്നിട്ട് നമ്മൾ ഇതുമായിട്ട് ആഡ് ചെയ്യുക. -2 + 2 എന്ന് പറഞ്ഞാൽ 0, p -1 +-2 എന്ന് വരും. അതായത് p -3 എന്ന് വരും. ഓക്കെ, p -3. ഇനി ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ആവേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൽ അത് റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാവണം. അപ്പം ഇതിൻ്റെ റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസിനേക്കാളും കുറവാവണം എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റും കൂടെ ആരാവണം? 0 ആവണം. കാരണം ഇവിടെ നോൺ സീറോ എലമെന്റ് ഉണ്ട്, ഇവിടെയും നോൺ സീറോ എലമെന്റ് ഉണ്ട്. അപ്പം ഇവിടെ നോൺ സീറോ എലമെന്റ് വരാൻ പാടില്ല. ഇവിടെ എന്തായിരിക്കണം? ഇത് 0 എലമെന്റ് ആയിരിക്കണം. അപ്പം നമുക്ക് പറയാം p -3 = 0 ആവുമ്പോഴാണ് ഇതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരുന്നത്. അതായത് p = എന്താവണം? 3 ആവണം. അതാണ്. അപ്പം നമുക്ക് പറയാം ദ സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്നാണ്. നമ്മളുടെ ഓപ്ഷൻസിൽ p = 3 ആണ് കേട്ടോ കറക്റ്റ്. അപ്പോൾ ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ നള്ളിറ്റിയും നൾ സ്പേസും ഒക്കെ ഞാൻ വെക്ടർ സ്പേസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, എന്നാലേ ബാക്കിയുള്ളത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു.